കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഭഗവാൻ ചിന്താലേശൻ്റെ മഹാ അത്ഭുത കഥകൾ ഭഗവാന്റെ ഭക്തരിൽ നിന്ന് മറ്റ് ഭക്തർക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യണേ. ശരിക്ക് ഓരോ ഭഗവാന്റെ ഭക്തരെയും ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുകയും ആണ് ചാനലിലൂടെ ചെയ്തു വരുന്നത്. അതിനേക്കാൾ ഉപരി പല ഭക്തരെയും ഭഗവാന്റെ സന്നിധിയിലേക്ക്, കാരണം പലര് സത്യാന്വേഷികളായിട്ടുള്ള പലരും എവിടെ ഒരു ആശ്രയ കേന്ദ്രമുണ്ട്, ആശ്രമം എന്ന ഒരു അർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ വന്നിട്ടുള്ളവർക്ക് മനസ്സിലാവും ഭഗവാന്റെ ആശ്രമങ്ങൾ. അപ്പോൾ അവിടേക്ക് വരികയും ഭഗവാന്റെ അനുഗ്രഹം പറ്റുകയും ചെയ്യുക. കാരണം പുണ്യഭൂമിയാണ്. നേരത്തെ തന്നെ ഒരാൾ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും ലോകത്ത് ഈശ്വര ചൈതന്യം ഉണ്ടെങ്കിൽ ആ ഈശ്വര ചൈതന്യം കുടികൊള്ളുന്ന സ്ഥലമാണ് ഭഗവാൻ ഇരുന്ന ചിന്താലയം അല്ലെങ്കിൽ അധ്യാത്മ ചിന്താലയ ആശ്രമങ്ങൾ. അപ്പോൾ ആ പുണ്യഭൂമിയിലേക്ക് എത്തിച്ചേരാൻ അറിഞ്ഞാലിൽ വരും എത്രയോ പേര് ഈ ചാനൽ കണ്ടിട്ട് ഭഗവാന്റെ സന്നിധിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എത്രയോ പേര് ഭഗവാനെ ഈ ചാനലിലൂടെ കണ്ട് മനസ്സിലാക്കിയിട്ട് അവർക്ക് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. കാരണം അവർക്ക് പല അനുഭവങ്ങൾ നിരന്തരം എന്നെ നേരിട്ട് വിളിച്ചും ആളുകൾ പറയുന്നുണ്ട്. കാരണം ഭഗവാനെ കണ്ടിട്ട് പോലും ഇല്ലാത്തവർക്ക് അങ്ങനെ ഭഗവാനെ കണ്ട് അത്രയും ഭഗവാന്റെ ആനുകൂല്യങ്ങൾ പറ്റിയിട്ടുള്ള ഒരവസ്ഥ പറയാൻ പോണ്ട. ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് ബാലചന്ദ്ര സാറാണ്. അദ്ദേഹം ഏകദേശം ഭഗവാനുമായിട്ട് 35 വർഷത്തോളം പഴക്കമുണ്ട്. കരിച്ചാൽ ക്ഷേത്രത്തിനടുത്താണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. കരിച്ചാൽ എന്ന് പറയുന്നത് ശരിക്ക് ട്രിവാൻഡ്രത്ത് ജില്ലയിൽ തന്നെ കണിയാപുരത്തിനും അടുത്താണ്. അപ്പോൾ അദ്ദേഹമാണ് ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത്. സാർ നമസ്കാരം. അങ്ങനെ ഭഗവാന്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിലുപരി ഭഗവാനുമായിട്ട് 35 വർഷത്തെ ബന്ധമുണ്ട്. അപ്പോൾ ഭഗവാനുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. എല്ലാം നമുക്ക് ഈ ചാനലിലൂടെ പറയാനുള്ള സമയമൊന്നും ചിലപ്പോൾ കിട്ടിയെന്നിരിക്കില്ല. എന്നാലും അങ്ങയുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചില സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഭക്തർക്ക് വേണ്ടി പങ്കുവയ്ക്കണം. ശരി. ഭഗവാനെ, സ്വാമിയെക്കുറിച്ച് എനിക്ക് ഏറ്റവും വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്വാമിയെ കാണാൻ പറ്റിയതിൽ, എൻ്റെ പ്രായത്തിൽ പറ്റിയതിൽ, ഞാൻ സ്വാമിയോട് വന്നപ്പോൾ എൻ്റെ അച്ഛന് വേറെ മക്കളുണ്ട്. അതിൽ രണ്ടാമത്തെ ആൾ ഒരു ആളാണ്. അപ്പം ഞാൻ ഇങ്ങനെ സ്വാമി എടുക്കുക വേണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചേട്ടൻ പറഞ്ഞു, നീ അവിടെയൊക്കെ പോയ കുട്ടികളെ വളർത്തണ്ടേ എന്നാണ്. അത് എൻ്റെ ഇഷ്ടമാണ്, എനിക്ക് വ്യക്തനാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞ് അത് നല്ലൊരാളാണ്. അച്ഛൻ്റെ ചെറുപ്രായത്തിൽ സ്വാമി അച്ഛന് പേനാക്കത്തി അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ മംഗലാപുരത്തിനും
തിരുവനന്തപുരം പോകുന്ന നാഷണൽ ഹൈവേയുടെ സൈഡിൽ ഭഗവാന്റെ ചെറുപ്പകാലത്ത് ആലയിട്ടിരുന്നു. അപ്പോൾ അവിടെ ഭഗവാൻ സ്വാമിക്ക് കത്തി അടിച്ചു കൊടുത്തു. പിന്നെ അച്ഛൻ കാണുന്നത് 1965 12-ാം മാസത്തിൽ കള്ളിക്കാട്ട് കരിച്ചാറ ക്ഷേത്രം പുതിയത് വെച്ചു. അതിൻ്റെ വിഗ്രഹം വാങ്ങാൻ പോകുമ്പോൾ സ്വാമി ആ ശില്പിയുടെ അടുത്തിരിക്കുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞ അറിവാണ്. അപ്പോൾ കേട്ട് സ്വാമി കേട്ട് എന്നെ അറിയോ? എനിക്ക് കത്തിയടിച്ച് തന്ന ആളല്ലേ, പോത്തൻകോട്ടുള്ളതല്ലേ, മേശ്ശേരി എന്നാ വിളിച്ചത്. സ്വാമി എന്ന് വിളിക്കാൻ തോന്നില്ല, ഒരു ആലപ്പണി എന്ന് കൊച്ചു പയ്യൻ. അങ്ങനെ സ്വാമി പറഞ്ഞ് അത് കൊത്തും പിടിക്കുമെന്ന് പറഞ്ഞ് ഇന്ന ദിവസം ചെന്ന് വാങ്ങാനായിട്ട് പോയി. ഇവർ 10-ാം തീയതി 9-ാം തീയതി പോയി. ആ ഡിസംബർ 1965 പോയപ്പോൾ മൈലക്കര അമ്പലത്തിൽ നിന്ന് പുണ്യവെള്ളം വാങ്ങിക്കാൻ പറഞ്ഞു. ഇവർ മാച്ചില്ല. വിഗ്രഹം എടുത്ത് പോയപ്പോൾ സ്വാമി പറഞ്ഞ് മാച്ചില്ലെങ്കിൽ വേണ്ട, പുണ്യവെള്ളമൊക്കെ തളിക്കും എന്ന് പറഞ്ഞ് പുണ്യവെള്ളമൊക്കെ വിഗ്രഹം വണ്ടി കയറ്റുമ്പോൾ മഴ പെയ്തു. അങ്ങനെ അച്ഛന് ഭയങ്കര, ഇത്രയും ചെറുപ്രായത്തിൽ കണ്ട ആൾ ഇത്രയും വലിയ ഭക്തനായോ എന്നുള്ളത് മനസ്സിനകത്തൊരു കുളിർമ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവന്നു. ആ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന 12-ാം തീയതിയാണ്, ഡിസംബർ 12-ാം തീയതി 1965. അന്ന് ഞാൻ കൊച്ചുകുട്ടിയാണ്. ഓടി നടന്ന് അച്ഛൻ പറഞ്ഞ ഓല മുടഞ്ഞു വെച്ചിട്ടുണ്ട്, പവനൊക്കെ ഇരിക്കാൻ ഓലയൊക്കെ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ കൊണ്ടൊക്കെ ഇട്ട് കൊടുത്തു. പവൻ എന്നെ ഇങ്ങനെ തുറച്ചൊന്ന് നോക്കി. എനിക്ക് ഇപ്പോഴാണ് തോന്നുന്നത്, അന്ന് തുറച്ചു നോക്കിയത് പവാൻ്റെ ഒരു ഭക്തനാവാനായിരിക്കും എന്ന് എനിക്കിപ്പോൾ പ്രായമെത്തി പവാൻ്റെ അടുക്ക ചെന്ന് പിന്നീട് തോന്നിയത്. അങ്ങനെ കൊടുത്തു. പവാനൊക്കെ 12-ാം തീയതി കാലത്തെ അത് പ്രതിഷ്ഠ നടത്തുന്നു. അത് വാവനപുരത്തുള്ള ഒരു PK പോറ്റിയാണ്, വളരെ വയസ്സായ ആളാണ് പ്രതിഷ്ഠ. പവാനും ശില്പിയും കൂടി വെളുക്കുന്ന മുമ്പേ പൊക്കളഞ്ഞു. ശില്പിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, അവർ കള്ളിക്കാട്ട് പോയി. പിന്നെ ഞാൻ പവാനെ കാണുന്നത് എനിക്ക് വളരെ പ്രായമായി, 3 കുട്ടികളായി, 3 പെൺകുട്ടികളാണ്. വിവാഹം കഴിച്ച് കുട്ടികളൊക്കെ ആയി. ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു തിരുവോണത്തിനാണ് പവാൻ്റെ അടുക്ക ചെല്ലുന്നത്. അപ്പം ഞാൻ ചുരുക്കി പറയണം. പിന്നെ അവിടെ ചെന്നപ്പോൾ നിറച്ച ആളിരിക്കുകയാണ്. നിറച്ച ആൾ. ഇന്നത്തെ നമ്മുടെ ഗണപതി ഹോമം നടത്തുന്നിടത്തൊരു ഓടിട്ട കെട്ടിടമുണ്ടായിരുന്നു. അതെ. ആ വരാന്തയിൽ ഭഗവാൻ പടിഞ്ഞാറ് അറ്റത്തെ വാതിൽ മുറിയിലിരിക്കുകയാണ്. ആ വരാന്തയുടെ അങ്ങേറ്റത്തൊരു മുറി വാതിലുണ്ട്, ഭഗവാന്റെ മുറിയാണ്. എനിക്ക് സ്ഥലമില്ല ഇരിക്കാൻ. ഭഗവാൻ പറഞ്ഞു വരിയും പിള്ളയെന്ന് പറഞ്ഞ് ഭഗവാൻ ഇരിക്കണ എൻ്റെ വടക്കുവശത്ത് എന്നെ ഇരുത്തി കയറി ആ പൊതിയെടുക്കാൻ പറഞ്ഞു. അപ്പോൾ കഴുക്കോലിൻ്റെ ഇടയിൽ ഒരു പൊതി ഇരിക്കണേ. എടുത്തപ്പോൾ അത് ഉണ്ണിയപ്പമാണ്. ഭഗവാനെ കൊടുത്ത് ഇത് ഇന്നലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്നെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല കവളൊക്കെ പൊട്ടി. ആ പ്രായം അതല്ലേ. പൊട്ടിയിട്ട് ഇത് എല്ലാവർക്കും ഓരോന്ന് കൊടുക്കാൻ പറഞ്ഞ് കൊടുത്ത് തീർന്നു. എന്നെ വിളമ്പിച്ച് കൊടുത്ത് തീർന്നപ്പോൾ ബാക്കി മിച്ചം വന്ന് ഒരെണ്ണം എടുത്ത് തിന്നോളാൻ പറഞ്ഞ് തിന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഉണ്ണിയപ്പാണെങ്കിൽ ഇത് കിട്ടിയാൽ കുട്ടിയൊക്കെ കൊണ്ടുപോകാനല്ലേ എൻ്റെ മനസ്സിൽ കണ്ട്. അത് ഭഗവാൻ നേരിട്ട് ഭഗവാന് മനസ്സിലായി. അവിടെയാണ് എനിക്ക് ഭഗവാനെക്കുറിച്ചുള്ള ഒരു ബോധോദയം ഉണ്ടായത്. ബാക്കി വന്നതിനെ പൊതിഞ്ഞ് വെച്ചേക്കാൻ പറഞ്ഞു. കൊച്ചുങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. 3 പെൺകുട്ടികളല്ലേ, അവർക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഇഞ്ഞു കൊണ്ടുവന്നു. അപ്പോൾ അന്ന് പോയപ്പോൾ നമ്മളതിൽ തോനെ പൈസയൊന്നുമില്ല. അവിടെ എന്തൊക്കെ സംഭാവന ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയില്ല. നമ്മൾ 3-4 പേര് പോയി. ഈ പ്രസന്ന സാറ്, അദ്ദേഹത്തിൻ്റെ ചേട്ടൻ വീഡിയോ പ്രേമാനന്ദ്, കരിച്ചാർത്ത പോറ്റിയാറ്റൊക്കെയാണ് പോണത്. അങ്ങനെ നമ്മൾ ഇരുന്ന പൈസ കൊടുത്ത് അവിടെ ഭഗവാന്റെ പേരിൽ ചിറയിലെ സാറ് എഴുതിയ പുസ്തകം ഉണ്ടായിരുന്നു. അത് ഒരെണ്ണം വാങ്ങിച്ച്. അപ്പോൾ അത് ഞാൻ നൂത്ത് നോക്കുമ്പോൾ ഭഗവാന്റെ ഫോട്ടോയുണ്ട്. ഇത് ഞാൻ അടിച്ച് ഫ്രെയിം ചെയ്യും, വിളക്ക് കഴിക്കുന്നിടത്ത് വയ്ക്കും എന്ന് വിചാരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഈ ഉണ്ണിയപ്പമൊക്കെ കൊടുത്ത്, അപ്പോൾ മക്കൾക്ക് കൊടുത്ത്. അങ്ങനെ ഭഗവാൻ എനിക്കൊരു മുണ്ടും കയ്യിൽ തോർത്തും കൊടുത്ത് തന്ന് ഞാൻ വലിയ കാര്യമായിട്ട് വാച്ച് കൊണ്ടുവരികയാണ്. ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് നടന്ന് കിളിച്ച് വന്ന്. എന്നിട്ട് ഞാൻ വന്ന് 3-4 ദിവസം കഴിഞ്ഞ പിന്നെ ഇവരെയൊക്കെ വെട്ടിച്ച്, എന്നെ കൊണ്ടുപോയവരെ വെട്ടിച്ച് ഞാൻ ഒരു ദിവസം പൊക്കളഞ്ഞ് കാലത്ത് പോയി ഭഗവാന്റെ അടുത്ത് ചെന്ന് എങ്ങനെ വന്നു പിള്ളേ? അത് ഞാൻ വന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞ് ഇത് ഇവിടെ സ്ഥിരമാവും. വേറെ ആണ്ടൊക്കെ പറഞ്ഞു ഇതിവിടെ സ്ഥിരമാവും കേട്ടാ എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ സ്ഥിരമായി. അങ്ങനെ ഭഗവാന്റെ അടുക്ക പോയി. പിന്നെ
സാറേ പിന്നെ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം തിരുവോണത്തിനാണല്ലേ, ഞാൻ പറഞ്ഞ് നാളെ തൊട്ട് എനിക്ക് മീനോ മറ്റിറച്ചിയോ കറി വയ്ക്കുന്നത് വേണ്ട, നിങ്ങൾ ചോറ് വയ്ക്കുമ്പോൾ വേറെ പാത്രത്തിൽ എനിക്ക് 2 നേരവും വിളമ്പി വെച്ചേക്കണം, എനിക്കിനി അത് വേണ്ട. ഭഗവാന്റെ അടുക്ക ഞാൻ പോയാണ്. അപ്പം ഭാര്യ ഞാൻ മുഖത്ത് നോക്കി, ആ മുഖത്തൊന്നും നോക്കണ്ട, ഞാൻ മക്കളെയൊക്കെ ഇനിയിപ്പോൾ കൊണ്ടുപോകും, നിനക്ക് വരാൻ സമയമാകുമ്പോൾ വരാം എന്ന് പറഞ്ഞ് ഞാനങ്ങ് അതിലായി. അപ്പോൾ എൻ്റെ ആ ഒരു ഇത് വിട്ട് പിന്നെ എനിക്ക് വേറൊരു വീട്ടിൽ പോയാൽ ചായ കുടിക്കാൻ തോന്നില്ല, ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. എൻ്റെ സഹോദരങ്ങളെ വീട്ടിൽ പോയാലും പറ്റില്ല. അച്ഛന് 2 ഭാര്യയാണ്, അതിൽ മൂത്താൻകുടിയിൽ 6-7 മക്കളുണ്ട്. ഞാൻ ചെന്ന് സഹോദരിക്കൊക്കെ പറയും, എന്നെ ഭക്ഷണം വയ്ക്കണേ, മറ്റു കവിയൊന്നും ഇടാത്ത ആയിരിക്കണേ, എനിക്ക് തരണം, ഞാൻ ഇതൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പോൾ അവരൊക്കെ എൻ്റെ കൂടെ ഭയങ്കര കാര്യമാണ്. ചെന്നാൽ ഒരു ഭക്ഷണം കഴിക്കാനോ ഒരു ചായ കുടിക്കാനോ വിളിക്കില്ല. എനിക്കത് സന്തോഷം, നല്ല കാര്യമായി. അങ്ങനെ നടന്നു. പിന്നെ ഞാൻ മക്കളെയൊക്കെ കൊണ്ടുവരും. മക്കളെയൊക്കെ കൊണ്ടുവരുമ്പോൾ കടുകളാണ് ചെല്ലണതെന്നാണ് പറയണത്. ചൂരൻ്റെ കടുകൾ എന്ത് പണിയാണെന്ന് ചോദിച്ചപ്പോൾ ചൂരൽ പണിയാണെന്ന് പറഞ്ഞു, ചൂരൻ്റെ കടു. പക്ഷേ ഞാൻ പോകാൻ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ മക്കളെയൊക്കെ കൊണ്ടുവരും. മക്കളോടെയൊക്കെ ഭയങ്കര കാര്യമാണ്, ബിസ്ക്കറ്റും ആദ്യം ഇതൊക്കെ കൊടുക്കും, പോകാൻ എല്ലാം ചെയ്യും. എനിക്കിത് പിന്നെ എനിക്ക് വീട്ടിൽ ജോലി ഇല്ലാത്ത ദിവസമൊക്കെ നിൽക്കാൻ വലിയ മടിയാണ്. നേരെ ഭഗവാന്റെ അടുക്ക വരും. ഞാൻ നടന്നും വന്നിട്ടുണ്ട്, പൈസ ഇല്ലാതെ. കരിച്ചാറന്ന് നടന്ന് അമ്പലം വഴിയൊക്കെ വന്ന് കുറുക്കെയൊക്കെ വയലിൽ ഭഗവാൻ വഴി പറഞ്ഞു തന്ന് അതിലേക്ക് നടന്നു വന്ന് വൈകുന്നേരം വരെ ഇരുന്ന് ദിവാരാധന ഇരുന്നിട്ട് തിരിച്ചു പോകും. 8-10 കിലോമീറ്റർ വരില്ലേ? പിന്നെ അതൊക്കെ നടന്നു വരുന്നത് ഒരു പ്ലെയിൻ വരും പോലെ വരും സാറേ. അത് ഭഗവാന്റെ അനുഗ്രഹമാണ്. പിന്നെ അവിടെ ഭഗവാൻ ഇത്ര വലിയൊരു ദേവിയുടെ ഫോട്ടോ വെച്ചിരുന്നു. അപ്പം നമ്മളെ പള്ളിപ്പുറം മണിയുണ്ടായിരുന്നു. അവൻ പറഞ്ഞ എന്നാൽ ആരൊക്കെ ഇടാൻ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. മണി ഇപ്പം ഇല്ലല്ല, ഇല്ല, മരിച്ചതെന്ന് ഞാൻ അറിഞ്ഞില്ല സാറേ, കുറച്ചടുത്താണ്. പക്ഷെ ആ സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് അതിൽ വാർണിഷൊക്കെ അടിച്ച് നല്ല കുട്ടപ്പനാക്കിയിട്ട് ഇത് വണ്ടിയിലൊക്കെ കൊണ്ടുവന്ന ആളുകളൊക്കെ തൊടും. നമുക്ക് ഈ മറ്റ് വിലക്കുള്ള സ്ത്രീകൾ തൊടുന്നത് അറിയില്ലല്ലോ, വണ്ടിയിൽ വരുന്ന യാത്രക്കാരെ. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് നടന്നു കൊണ്ടുവന്നു, പൊതിഞ്ഞ് കെട്ടി. ആളുകളൊക്കെ ചോദിച്ചത് എന്തരം ഞാൻ പറഞ്ഞ ഒരു സാധനമാണ് എന്ന് പറഞ്ഞിട്ട് മര്യാദയ്ക്ക് ഞാനിഞ്ഞ് പോരെയാ നടക്കുകയാണ്. അവിടെ വെച്ചോണ്ടെന്നല്ലേ അവർ പിന്നെ ചോദിക്കുള്ളൂ. കൊണ്ടുവന്ന് പോവാൻ കാണാതെ മണിയും പറഞ്ഞു, പോവാൻ കണ്ട വഴക്ക് പറയും, അങ്ങും വയ്ക്കാൻ പറഞ്ഞു. ഞാൻ കൊണ്ടുവച്ച് കൊടുക്കാം. പോവാൻ അറിഞ്ഞ് പോവാൻ കൊണ്ടുവരുമ്പോഴേ അറിയും, ചെയ്തപ്പോഴേ അറിയുന്നത്. വെച്ച് അതിങ്ങനെ എൻ്റെ വെച്ച് ആരൊക്കെ ഇട്ട് ഒരുപാട് നാളത് കൈകാര്യം ചെയ്തതാണ്. കൊടുക്കാൻ ഈ ഭഗവാന്റെ സമാധിക്ക് ശേഷം എടുത്ത് അവിടെ നിന്ന് മാറ്റിക്കളഞ്ഞു. മാറ്റി താഴത്തെ റൂമിൽ, നമ്മളെ മണ്ഡപത്തിൻ്റെ താഴത്തെ റൂമിൽ ഒരു ഇടയാടിയിലിട്ടിരുന്നു. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. എനിക്ക് സങ്കടമായിപ്പോയി. അത് അങ്ങനെയായിട്ട് അത് ഞാൻ പറഞ്ഞത് അത് അവരനുഭവിച്ചോളും. ഭഗവാന്റെ പടത്തിലല്ലേ ഭഗവാൻ വെച്ചിരിക്കുന്ന ദേവി അമ്മയുടെ പടത്തിൻ്റെ അടുത്തല്ലേ എന്ന്. ഇപ്പം അതില്ല, അത് അങ്ങനെ ആയി. പിന്നെ ഭഗവാൻ മഴ പെയ്യുമ്പോഴേ തോർത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകും. ഞാൻ പ്രേമാനന്ദ സാറിൻ്റെ ഇപ്പം ഇതിൽ പറഞ്ഞാലും പ്രേമാനന്ദ സാറിനെ എല്ലാവരും അറിയാം. അപ്പം ഞാൻ പറഞ്ഞേ, നമ്മുടെ അച്ഛൻ്റെ വീട്ടിൽ വല്യമ്മയുടെ മൂത്ത ഭാര്യയുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു പന വയ്ക്കണം, നമുക്കൊരു തണ്ടാനെയും കൊണ്ടുപോയി അതിൽ നിന്ന് പനോല വെട്ടാം. അങ്ങനെ വെട്ടിച്ച് പൈസ കൊടുത്ത് വെട്ടിച്ച് ചോദിച്ചു. അച്ഛൻ കേട്ടിട്ട് ഇതെന്തിനീ? അച്ഛൻ ഇതൊരു തൊപ്പിക്കൂടെ ഉണ്ടാക്കുക, നിനക്കറിയാമോ? എനിക്കറിയണമെങ്കിൽ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം എന്ന് ഞാൻ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു. കൊണ്ടുവന്ന് എനിക്കറിയുന്ന കണക്കൊരു ചൂരലിൽ ഫ്രെയിമൊക്കെ ഉണ്ടാക്കിയിട്ട് തൊപ്പിക്കൂടെ അതിൽ പോലെ ഇങ്ങനെയൊക്കെ വെച്ച് കെട്ടി കൊടുത്ത് കെട്ടി വൃത്തിയാക്കി. അതും ഇതുപോലെ തന്നെ വണ്ടിയിലൊന്നും കയറ്റാതെ നടന്നങ്ങ് കൊണ്ടുചെന്ന് ഭഗവാന്റെ മുമ്പ് കൊണ്ടുവച്ച് ഭഗവാൻ എടുത്തൊക്കെ നോക്കി. ഇതാരെങ്കിലും അറിയുന്ന ഒരാൾ അല്പം പറഞ്ഞു കൊടുത്തെങ്കിൽ ഇങ്ങനെ ഇത് നല്ലപോലെ ഉണ്ടാക്കിയാനാ എന്ന് പറഞ്ഞ് ഭഗവാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കും. മഴ കണ്ടിട്ടുണ്ട്, അവൻ്റെ ഫോട്ടോ അവിടെ ഉണ്ട്. അങ്ങനെ ഞാൻ ഭഗവാനോട് അങ്ങനെ കാണിച്ച് എൻ്റെ ശീലങ്ങൾ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഒരു വെളുത്ത വാവിൻ്റെ നാമം പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഗ്രഹണം തീർന്നിട്ടേ നിർത്തിയുള്ളൂ. 12 മണിയായി. അന്ന് വന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് ഇരുന്നപ്പം ഭഗവാൻ പറഞ്ഞു, പിള്ളേ
പോയി കൈയൊക്കെ കഴുകിയിട്ട് പോവാൻ ഇരിക്കുന്നിടത്ത് ഇപ്പോൾ പോവാൻ്റെ കട്ടിലിട്ടേക്കുന്നുണ്ട്, അതെ, അവിടെ കിടക്കാൻ പറഞ്ഞു. ഒരു പായം എടുത്തിട്ട് ഞാൻ അറച്ചിരുന്നു. അപ്പോൾ ഈ പ്രസന്ന സാറ് പള്ളിപ്പുറം മണി ഇവരൊക്കെ പറഞ്ഞ് കിടക്കരുതെന്ന്. പോവാൻ ഇത് കേട്ട്, നിങ്ങളെ കിടക്കാൻ പറഞ്ഞില്ലല്ലേ, സൂര്യനല്ലേ കിടക്കാൻ പറഞ്ഞ എന്ന് പറഞ്ഞ് ഇവരൊക്കെ എന്നെ വരട്ടി വെളിയിൽ വെച്ച് കിടക്കരുത് എന്ന് പറഞ്ഞു. പാവ എന്നെ പിടിച്ച് വെച്ച് കിടത്തി. അന്ന് ഞാൻ ഒരു പായ എടുത്തിട്ട് അങ്ങ് കിടന്നു. ഇവിടെ കിടക്കണം, കയറി കിടക്കാൻ പറഞ്ഞു. ഒരു പായ എടുത്തിട്ടുകൊണ്ട് കിടന്നപ്പം പാവ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് തന്നിട്ട് പറഞ്ഞു, ഇതെന്ന് ചാലയെ പപ്പ കൊണ്ടുവന്നതാണ്, മൂടി കിടന്നു. പക്ഷേ സാറേ ഞാനിത് മൂടി കിടന്നെന്ന് മാത്രമേ ഉള്ളൂ, എനിക്ക് ഒരു ഓർമ്മയും ഒന്നും ശക്തിയില്ല. ഭഗവാൻ എന്തൊക്കെയോ എന്നിൽ ചെയ്തിട്ടുണ്ടാവും എൻ്റെ ശരീരത്തിന്. അത് ചെയ്യാൻ കാരണവും എനിക്കറിയാം, പിന്നാടാണ് എനിക്ക് അതിൻ്റെ ഓർമ്മകൾ വന്നത്. അപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ചൂരലിൻ്റെ പണിയെ വെച്ച് നടത്തി. അപ്പോൾ ആ ദേശത്ത് വേറെ പല പൊണ്ടയെ നടത്തുന്നവരുണ്ട്, അവരേക്കാൾ കൂടുതൽ വരുമാനം എനിക്ക് വന്നുപോയി. അപ്പം ഞാൻ വേറൊരു വീട്ടിന് ഒരു ഓലക്കെട്ടിടം മാറ്റി സ്ഥലം മാറ്റി, പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഒരു 10-15 സെൻറ്റ് വാങ്ങിച്ച് ഇങ്ങനെയൊക്കെ ഈ ബിസിനസ് ചെയ്ത് കിട്ടിയപ്പോൾ ആണ് ഞാൻ വേറെ വീട് വയ്ക്കാൻ ഒന്ന് ഒരുങ്ങി. പവാണ്ടൊക്കെ ചോദിച്ച് ഞാൻ ഒരു ചെറിയ വീട് വയ്ക്കണം, ഇപ്പം കിടക്കണ വീട്ടിൽ അമ്മയും ഞങ്ങൾക്ക് കിടക്കാൻ മുറിയില്ല എന്ന് പറഞ്ഞു. വയ്ക്കുകയും പിള്ളേന്ന് പറഞ്ഞ് ഒരു സ്ഥാനം കണ്ട് വയ്ക്കാൻ പറഞ്ഞു. അപ്പം അറിവ് എനിക്ക് കിട്ടി, ഭഗവാനോട് അത്രയും വ്യക്തി. അപ്പം ഈ സംഭവം നടന്നതിന് ശേഷമാണ് ഭഗവാൻ എന്നെ വെച്ച് കിടത്തുന്നത്. എന്നെ ആരോ വഹിക്കാൻ വേണ്ടി അവിടെ എന്തോ ചെയ്തിട്ട് അത് ഭഗവാൻ മനസ്സിലാക്കിയിട്ടാണ് എന്നെ കിടത്തിയത്. മനസ്സിലാക്കി. ആ വീട് ഞാൻ പിന്നെ കൊടുത്തു. ഇപ്പോൾ കൊടുത്ത് മൂത്ത മോളെ ഞാൻ കടമാച്ചൊക്കെ കെട്ടിച്ചിട്ടുണ്ട്. എനിക്ക് ആശ്രമത്തിൽ പല ആളുകളും നമ്മളെ പോലെ വരുന്ന വൈദ്യന്മാർ 50,000 1 ലക്ഷമൊക്കെ കടം തന്നിട്ടുണ്ട്. എന്ത് ധൈര്യം വെച്ച് തന്നതെന്ന് എനിക്കറിഞ്ഞൂടാ, അത് ഭഗവാന്റെ കണക്കിന്. പക്ഷെ അത് കറക്റ്റായിട്ട് ഞാൻ കൊടുക്കാൻ പറ്റി സാറേ. അവിടെയാണ് എൻ്റെ വിജയം. അതാണ് എൻ്റെ ഭഗവാനോടുള്ള എൻ്റെ ആത്മാർത്ഥ ബന്ധം. ഇനിയൊരു ജന്മത്തിൽ ഞാൻ ഭഗവാന്റെ കൂടെ നിൽക്കും എന്ന് എനിക്കൊരു ബോധ്യം വന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മക്കളെയൊക്കെ അവധി ദിവസമൊക്കെ അവിടെ കൊണ്ടുപോയി നിർത്തും. വൈകുന്നേരം വരെ ഉച്ചയ്ക്ക് 3 മണിക്ക് ചായ കുടിക്കുന്നവരെയൊക്കെ നിർത്തിയിട്ട് പിന്നെ കുടിച്ചിരുമ്പം ഭഗവാൻ പറയും കൊച്ചുങ്ങളെയും കൊണ്ട് പോകാൻ പറയും. ആ കുട്ടികളൊക്കെ കളിക്കും പിടിക്കും. ഭഗവാൻ വലിയ കാര്യമാണ്, ബിസ്ക്കറ്റ് കൊടുക്കും, അത് കൊടുക്കും, ഇത് കൊടുക്കും. അപ്പം ഞാൻ ആദ്യം ചെന്ന കെട്ടിടം പൊളിക്കുന്നതിൻ്റെ അന്ന് ഞാനും മക്കളും കൂടി 3 മക്കളും കൂടി അവിടെ ചെന്നു. അപ്പോൾ പൊളിച്ച ആളുകൾ കല്ല് പറക്കി ഇഞ്ഞ് ഇപ്പുറത്തെ കാമ്പൗണ്ടിൽ വെക്കുകയാണ്. നമ്മുടെ ആശ്രമ കാമ്പൗണ്ടിൻ്റെ ഇപ്പുറത്ത് വാർഷികത്തിന് 12 വയ്ക്കുകയാണ്. ഞാനും മക്കളും പറക്കി. എൻ്റെ മക്കൾ പറക്കണ കണ്ടപ്പം ഭഗവാന് ഈ കടുവൊക്കെ പറക്കണം എന്ന് പറഞ്ഞ് ബിസ്ക്കറ്റൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ഭഗവാൻ പറയാണ് ഇവരൊക്കെ ഇനി ഇവിടെ വലിയ ആളുകളാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അവരോട് പിന്നെ വേറൊരു ദിവസം ചെന്ന് പറഞ്ഞ്, നിങ്ങളെ ഇപ്പം ഇവിടെ വന്ന് എല്ലാം ചെയ്യുന്നുണ്ടല്ലോ, കൊച്ചാളുകളല്ലേ, നിങ്ങളൊക്കെ കല്യാണം കഴിച്ച് വലുതൊക്കെ ആകുമ്പം ഇവിടെ പടിക്കെട്ടിൻ്റെ താഴെ എന്നിട്ട് ക്യൂ നിൽക്കേണ്ടി വരും കേട്ടാ. അന്ന് അത്രയും ആൾ വരും. ഇത് ഓർമ്മയിരിക്കണം ഞാൻ പറയണം കേട്ടാ കടുവകളെ. ഞാൻ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയിരിക്കണമെന്ന് പറയും. അവരിപ്പോഴും അത് പറയും. പോകാൻ പറഞ്ഞാൽ പിന്നെ നമ്മളൊരു ടേപ്പ് റെക്കോർഡ് വാങ്ങിച്ച് ഇവർക്ക് പാട്ട് കേൾക്കണം. അത് വാങ്ങിച്ചിട്ട് ഒരിക്കൽ വന്നപ്പോൾ ഇവരെയും കൊണ്ട് വന്നപ്പോൾ കുറേ കാസറ്റ് നമ്മൾ കേൾക്കാത്ത സംഗീത കച്ചേരിയുള്ള പാട്ടുകൾ കാസറ്റുകൾ കൊടുത്ത്, അപ്പോൾ ഇവരെ കൊടുത്ത് ഒരു കവറിലൊക്കെ ഇട്ട് പാവം പറക്കി വയ്ക്കാൻ പറഞ്ഞ് കവറും എടുത്ത് കൊടുത്ത് ഞാനും കൂടി പറക്കി വെച്ച് കൊണ്ടുപോയി. ഇവർ പിന്നെ അതേ കേൾക്കും. ആ റേഡിയോ ചീത്തയാക്കി. പാവം അവർക്ക് കേട്ട് ചീത്തയായ റേഡിയോ. അവരിനി പഠിക്കണമെങ്കിൽ അത് ചീത്തയാവണം. അവർ പഠിക്കണമെങ്കിൽ ചീത്തയാക്കിയാലേ പഠിക്കാൻ പറ്റുള്ളൂ. പിന്നെ വേറെ ഒരു കാര്യം, അപ്പോൾ പഠിത്തത്തിൻ്റെ കാര്യം ഇത് പറഞ്ഞ എൻ്റെ മൂത്ത മോള് ജനിച്ചപ്പോഴേ ഉദ്യോഗസ്ഥയാണ് പോവാൻ പറഞ്ഞ് അവൾക്ക് ജോലി കിട്ടും. പക്ഷേ ഇപ്പോൾ ഒരു 2 വർഷത്തിന് മുമ്പ് ഒക്കെ ടെസ്റ്റ് എഴുതിയപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് PSCയിൽ ചെല്ലുമ്പോൾ PSCയുടെ നമുക്ക് കിട്ടില്ല. ഒരു കാശ് വാങ്ങിച്ച് വേറെ അന്ന് കൊടുത്തു. ഞാൻ എന്താ ചെയ്യാനാ സാറേ, ഇത്രയുള്ള ഞാൻ ഒരു 5 അടി പൊക്കമുള്ള ഞാൻ അവിടെ ചെന്ന് എന്ത് കാണിക്കാനാ? അത് അവരനുഭവിച്ച് അവനതിൽ നിന്ന് മാറ്റി. അതാണ് ഭഗവാന്റെ കളി. അവനതിൽ നിന്ന് മാറ്റിയപ്പോൾ ഞാൻ മനസ്സിൽ കണ്ടത്, പത്രത്തിലും TV യിലൊക്കെ വന്നപ്പോൾ ഞാൻ മനസ്സിൽ കണ്ട ഭഗവാൻ വിചാരിച്ചത് നടന്നോളൂ എന്നാണ്. അപ്പോൾ ഭഗവാൻ ജന്മനെ ജനിക്കുന്ന കുട്ടിയെക്കുറിച്ച് ഒരു കാര്യങ്ങൾ തീരുമാനിച്ചാൽ അത് നടക്കും
എന്ന് വിചാരിച്ചപ്പോൾ അതിനെ തടസ്സപ്പെടുത്തിയവന് അവൻ്റെ പവറിങ്ങനെ കുറച്ച്. ഇല്ലേ? നമ്മുടെ രാഷ്ട്രീയമല്ല ഇല്ല, ഭഗവാന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഭഗവാനെ തോപ്പിച്ച് കളഞ്ഞു അവിടെ അവർ. ഭഗവാൻ തോക്കെയൊന്നുമില്ല, സ്വയം തോക്കേ ഉള്ളൂ. സ്വയം തോറ്റ്. അതാണ് അത്രേ ഉള്ളൂ, അല്ലാതെ ഭഗവാൻ അങ്ങനെ ഇപ്പോഴും അവർ ടെസ്റ്റ് എഴുതുന്നുണ്ട്. ഒരാണ് 38-39 വയസ്സായി, ഒരു മോക്ക് 37 വയസ്സായി. അവരെല്ലാം ടെസ്റ്റ് എഴുതുന്നു. അവരൊക്കെ കിട്ടും, അതിന് സംശയമൊന്നും വേണ്ട. ചിലപ്പം ഞാനത് ഇതിന് ശേഷം ഒരു ഭഗവാൻ വേറൊരു കേസ് പറഞ്ഞിട്ടുണ്ട്. പുള്ളേ, ഇനി ഒരു 10 വർഷം കഴിയുമ്പോൾ ഇന്ത്യയിലൊരു സന്യാസി ഭരിക്കും രാജ്യം, ഇന്ത്യ മഹാരാജ്യം. ഞാനും ഭഗവാനും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പകൽ അവിടെ ചെന്നിരിക്കുമ്പോൾ പറഞ്ഞാണ് ഇന്ത്യ ഭരിക്കും. അന്ന് ഞാൻ കമ്മ്യൂണിസ്റ്റ് തന്നെയാണ്, എൻ്റെ ഉള്ളു ഭാവം ആളെന്നെടുത്ത് ഭഗവാനെ കമ്മ്യൂണിസ്റ്റ് അപ്പോൾ ആളെന്നെടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞ് 10 വർഷം കഴിയുമ്പോൾ ഭരിക്കും, ഇന്ത്യ ഭരിക്കും, ഒരു സന്യാസിയാണ്. ഞാൻ അതിന് ശേഷം മാറിക്കളഞ്ഞു. ഇപ്പോൾ ഞാൻ BJPയുടെ ഒരു സംഘപ്രവർത്തന നമ്പറാണ്, എൻ്റെ കാർട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ പത്മകുമാർ മുരളിച്ചേട്ടനൊക്കെ നിന്നപ്പോഴൊക്കെ ഞാൻ അച്ഛനായിട്ട് പ്രയത്നിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ഹിന്ദുവാണ് ഭരിക്കുന്നത്. ഈ ഹിന്ദുവിനെ തന്നെ ഇവരിവിടെ എന്തൊക്കെ പറയണമെന്ന് സാറിനറിയില്ല. സാറിപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് സമയമില്ല, ഞങ്ങളൊക്കെ റോഡിൽ ഇറങ്ങുന്നതുകൊണ്ട് അറിയാം. പക്ഷേ ഇന്ന് ലോകത്ത് എവിടെ ചെന്നാലും നരേന്ദ്രമോദി എന്നാൽ ബഹുമാനത്തോടു കൂടിയാണ് കാണുന്നത്. ലോകത്തിൻ്റെ ഒരു ഇന്ത്യയുടെ അഭിമാനം തന്നെയാണ്. അഭിമാനമായി പുള്ളിനെ ഏത് രാജ്യത്ത് നിന്നാലും അഭിമാനിക്കുന്നുണ്ട്. പക്ഷേ പുള്ളിയുടെ പാദത്തിലൊന്ന് തൊട്ട് തൊഴുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അത് നമ്മുടെ ഭഗവാനെ പോലെ ഒരു സന്യാസിയാണ്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഈ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് മറ്റേ ഭക്തിയുടെ കാര്യങ്ങളിലൊക്കെ അല്പം അല്ല, അദ്ദേഹത്തിൻ്റെ കൃത്യനിഷ്ഠകളൊക്കെ ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും അല്ലേ, എനിക്ക് ഇവിടെ എറണാകുളത്ത് വന്നപ്പോഴേ നരേന്ദ്രമോദി വന്നപ്പോൾ ഉണ്ണിമോന്തനെ കണ്ടു. ഹോസ്റ്റലിൽ ചെല്ലാൻ പറഞ്ഞ് താമസിക്കാൻ. ഉണ്ണിമോന്തൻ ഇപ്പോൾ ഏതെല്ലാം സിനിമയിൽ ഉന്നതനായി. അതാണ് അത് അറിയാൻ സാധിക്കുന്ന ഭക്തർക്ക് മാത്രമേ അറിയാവൂ. സ്വാമിക്കും ഇതേപോലെ നരേന്ദ്രമോദിക്കൊക്കെ കഴിയും, നമുക്കൊന്നും കഴിയില്ല. നമ്മൾ വളരെ പ്രയത്നം ചെയ്യണം. അവർ ഒരു ദിവസം ചെയ്ത പ്രയത്നം നമ്മൾ 10 വർഷം കൊണ്ട് നടത്താൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ സ്ഥിതി വിശേഷം. ഭക്തർക്ക് ഭക്തര് തന്നെയാണ്, സന്യാസി തന്നെയാണ്. അത് വിലപ്പെട്ടാണ്. പക്ഷേ ഇപ്പം നമ്മൾ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ഭഗവാന്റെ മുഖചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ട് കിടക്കുന്നത്. ജോലി ചെയ്യുമ്പോഴും കാലത്ത് ചെന്ന് ജോലി സാധനത്തിൽ തൊട്ട് ജോലി സാധനങ്ങൾ പറക്കി വെച്ച് വൃത്തിയാക്കി തേച്ചൊക്കെ വെച്ചിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അത് ഈസിയായിട്ടുമായിട്ട് ആ സാധനം ചെയ്തു കൊടുക്കുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ ഇന്ന് ചെയ്യുന്ന സാധനങ്ങൾ ആർക്ക് കൊടുത്താലും ഇഷ്ടപ്പെടും. നേരത്തെ സ്പീഡൊന്നുമില്ല, ആരോഗ്യത്തിൻ്റെ ഇതിലാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ സ്വന്തമായിട്ടല്ലേ നടത്തണത്? ഇല്ല, ഇപ്പോൾ നിർത്തി വെച്ചു. ഞാൻ വേറെ വെളിയിലാണ്. പിന്നെ ഞാൻ അത് നിർത്തി വെച്ചിട്ട് ബംബായിത്തൊക്കെ പണിക്ക് വരും. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം അവിടെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകും. അത് സാറിനോട് പറയേണ്ട കാര്യമാണ്. അപ്പം ഞാൻ കാലത്തെ വരുമ്പം ആ ബംബായിത്ത് കടയിൽ നിന്ന് ഒരു 6-7 ദോശയും ഒരു ഉള്ളിക്കറിയും വാങ്ങിക്കും. ഒരു 9 മണിയാകുമ്പോൾ പകുതി എടുത്ത് കഴിക്കും, ഉച്ചയ്ക്ക് പാതി കഴിക്കും. ഹോട്ടലിൽ പോയാൽ ഇവർ പല തവികളും പലതിലും ഇടും, അതെനിക്കിഷ്ടമല്ല. ഞാൻ ഈ മത്സ്യമാംസമൊക്കെ ഒഴിച്ചു വെച്ചിരിക്കുകയില്ല. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഒരു ചായയൊക്കെ വാങ്ങിച്ച് കുടിക്കും. അങ്ങനെ ഒരിക്കൽ ചെന്നപ്പോൾ ഭഗവാൻ ചോദിച്ച്, എത്ര ദോശ വാങ്ങിക്കും ഒരു ദിവസം? ഞാൻ പറഞ്ഞു 6-7 വാങ്ങും. എത്ര എണ്ണം തിന്നും കാലത്ത്? അത് 3 എണ്ണം തന്നെ. ഉച്ചയ്ക്ക് 3 എണ്ണം തന്നെ. പിന്നെ ഇപ്പോൾ ചോറപ്പോഴത്തിന് അത് ഞാൻ ജോലി തീർന്ന് വണ്ടിയിൽ മുരുക്കുമ്പഴി ഇറങ്ങിയിട്ട് വീട്ടിൽ പോകുമ്പോൾ ചെന്നാക്കിലെ ചോറ് വിളമ്പി വീട്ടുകാർ മേശപ്പുറത്ത് വെച്ചേക്കും. ഞാൻ അടുത്ത് കഴിക്കും, കൈയൊക്കെ കഴുകിയിട്ട് കഴിക്കും. അന്ന് ഹോട്ടലിൽ നിന്ന് കഴിച്ചുകൂടെ? നമ്മളുടെ ഭഗവാൻ അറിഞ്ഞുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഞാൻ പറഞ്ഞ ആദ്യം അവർ തവിയൊക്കെ പലതിലും ഇടും, ഇറച്ചിക്കറിയിലും മീൻ കറിയിലും ഇട്ടിട്ട് അവർ അപ്ലൈ ചെയ്യണം, അവൻ്റെ എളുപ്പം നോക്കും. പക്ഷേ ഞാനത് കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ടും കാര്യമില്ല ഭഗവാനെ എന്ന് പറഞ്ഞ് ഭഗവാൻ ചിരിച്ച്, നല്ല തന്നെ, ആ മനസ്സൊക്കെ നല്ല തന്നെ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അനുഗ്രഹവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷമൊക്കെയാണ് എന്നെ വെച്ച് കിടത്തിയിട്ടുള്ളത്. അത് ഇപ്പോഴും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ വീട് പട്ടിണിയല്ല. ഞാൻ ഇന്ന് എൻ്റെ ചുറ്റളവിൽ ഏത് അന്യ സമുദായക്കാരും മുസ്ലിങ്ങളെ വീട്ടിൽ ചെന്ന് 1000 രൂപ 500 രൂപ 2000 രൂപ ചോദിച്ചാൽ അപ്പോഴെനിക്ക് തരും.
അത് എൻ്റെ ആ പെരുമാറ്റം അങ്ങനെയാണ്. അതെ, എനിക്ക് അവർ ഇന്ന ജാതിക്കാരൊന്നുമില്ല, കാണുമ്പോഴൊക്കെ ചിരിക്കും. അവർക്കൊരു ആവശ്യം വന്ന വിളി കേട്ടാൽ ഞാൻ ഓടിയെത്തും. ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്നോട് അത്തരത്തിലുള്ള സ്നേഹബന്ധമുണ്ട്. മനസ്സിലായി. അതെ, അങ്ങനെയാണ്. ഭഗവാനെന്ന് പറയുമ്പോൾ എനിക്ക് ഇനി ഈ ജന്മത്തും അടുത്ത ജന്മത്തൊന്നും കളയാൻ പറ്റില്ല, മറക്കാനും പറ്റില്ല. അത് എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ആർക്കും മറക്കാൻ പറ്റില്ല. അവരിപ്പോഴും വലിയ ഭഗവാനോടുകൂടി വലിയ ഇതാണ്. മക്കൾ ഇങ്ങനെ ദൂരെ ഒരു മോള് താമസിക്കുന്നു, ഒരു മോള് പേട്ടയിലാണ്. ഇന്ന് അവൾ 2-3 ദിവസമായി വീട്ടിലുണ്ട്. രണ്ടാമത്തെ മോളുണ്ട്. അവർ ഞാൻ പോകുമ്പോൾ പൈസ തന്നേക്കാം, അച്ഛാ അവിടെ സംഭാവന കൊടുക്കണം, ഭഗവാൻ ഇല്ലാത്തതാണ്, അവിടെ അരി വാങ്ങിക്കണം, ആൾ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കണം, രസീത് കൊണ്ടുവരണം എന്ന് പറയും. അത് അപ്പോൾ അത് അവരുടെ മനസ്സിൽ അത് വന്നെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം അവർക്കും ഉണ്ട്. തീർച്ചയായിട്ടും. അങ്ങനെ പോകുന്ന ഒരു വ്യക്തിത്വമുള്ള വ്യക്തിയാണ് ഞാൻ. അത് ഞാനല്ല, എൻ്റെ കുടുംബം. അതെ. അതുകൊണ്ട് ഭഗവാനെ എപ്പോഴും മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹവും എല്ലാം എനിക്ക് കിട്ടും. അതെ. ഇപ്പം സാറ് എന്നെ ഇത് തുടങ്ങിയെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അത് ചെയ്യാനുള്ള ഒരു അവസരം ഭഗവാൻ ഉണ്ടാക്കി തന്നെയല്ലേ. ഇല്ല, എല്ലാം തമ്പുരാൻ. ഇത് എന്ത് കാര്യമായാലും അത് ഇപ്പോൾ ഇന്ന് ഇവിടെ വന്നിരുന്ന് ഇത് പറയണമെന്ന്, അങ്ങ് ഇവിടെ വന്നിരുന്ന് ഇത് സംസാരിക്കണമെന്ന് സ്വാമി തീരുമാനിച്ചതാണ്. അല്ലെങ്കിൽ വരാൻ പറ്റൂല, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം പറഞ്ഞ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ ഒഴിഞ്ഞു പോകും. അപ്പോൾ അതെന്ന് വരുത്തിയത് എങ്ങനെയെന്ന് വെച്ചാൽ അത് സ്വാമി തന്നെയാണ്. അപ്പോൾ ഈ ചാനൽ തുടങ്ങിച്ചതും ഇത് ചിലപ്പോൾ ഇവിടെ ഇരുന്ന് ഇതൊക്കെ നടത്തിക്കുന്നതും എല്ലാം ഭഗവാന്റെ ഇച്ഛയാണ്. ഭഗവാന്റെ അനുവാദമില്ലാതെ നമുക്ക് ഭഗവാന്റെ നാമം ഉച്ചരിക്കാൻ പോലും പറ്റൂല. അതുപോലെ തന്നെ എൻ്റെ മക്കളെല്ലാം വിവാഹം കഴിച്ചു കൊടുത്ത് ഗർഭിണികളായി പ്രസവത്തിന് വിളിക്കാറാകുമ്പോൾ പലരും കൊണ്ടുപോകും. അപ്പോൾ സ്വാമി ഇട്ടവിടെ കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേകം ഒരു കെട്ട് ഉണ്ടാക്കും. പോണേൻ്റെ അന്ന് രാവിലെ വണ്ടി പിടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഭഗവാന്റെ മുമ്പ് വയ്ക്കും. ഇങ്ങനെ മോളെ ഇന്നെ ചടങ്ങിന് വിളിക്കാൻ പോവുകയാണെന്ന് പറയും. ഭഗവാൻ പറയും ഇത് ഭയങ്കര ഇതാണല്ലേ. അപ്പോൾ പൊട്ടിച്ച് നോക്കുമ്പോൾ ഇതിൽ 10-25 ഈ പ്ലാസ്റ്റിക് കവർ കാണും. ഞാൻ ഒരു പാക്കറ്റ് കവർ വാങ്ങിച്ച് വെച്ചെങ്കിൽ ഇത് കൊടുക്കുന്ന സമയത്ത് കവറും പേപ്പറും തന്നെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് തോന്നുന്നത്. 2-3 പേർക്ക് കൊടുക്കുമ്പോൾ പറയും പിള്ള പോയി വണ്ടി വിട്ട് പോയി അത് പോയി ചടങ്ങ് നടത്താൻ പറയും. ഇത് ഇവിടെ ആരെങ്കിലും ഒക്കെ കൊടുത്തോളും. അപ്പോൾ ഈ വൈകിട്ട് തൂക്കാൻ വന്ന പെണ്ണുങ്ങൾക്കൊക്കെ പാവം വാരി കൊടുക്കും. അത് ഇന്നാണ് കാണുന്നത്. എൻ്റെ 3 മക്കളുടെ ആദ്യത്തെ ചടങ്ങിനൊക്കെ അങ്ങനെ ചെയ്തത്. അത് ഭഗവാന് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ താമസിച്ച വീട് കൊടുത്തിട്ട് വേറെ ഒരു വീട് വെച്ച് അതിൻ്റെ പ്ലാൻ നമ്മളെ ആശ്രമത്തിൽ വരുന്ന ഒരു വട്ടപ്പാറയുള്ള ഒരു രായമേശ്വരിയാണ് അല്ല കുറ്റി അടിച്ചത്. അപ്പോൾ അദ്ദേഹം വരുന്നുമ്പോൾ ഞാനും എൻ്റെ ഇളയ മോളും കൂടി ഇരുന്ന് പ്ലാൻ വരച്ചപ്പം ഇങ്ങനെ വീട് വെക്കുന്നെങ്കിൽ ഇത് കന്നിമൂലയിലെ റൂം, ഇത് ഇങ്ങനെ ഒരു ബെഡ്റൂം, ഇതിൻ്റെ ഇങ്ങനെ ഒരു പൂജാമുറി, ഇത് സിറ്റ് ഔട്ടാണ്, ഇത് ഹാള്, ഇവിടെ അടുക്കളയൊക്കെ വരും, ഇവിടെ ഒരു ബെഡ്റൂം, വലിയ ബെഡ്റൂം, ഒരു 13 അടി നീളത്തിൽ. എന്തെങ്കിലും കാര്യം വന്നാൽ 2 കട്ടിലൊക്കെ ഇട്ടിരുന്ന കിടക്കാൻ തന്നെ. ഇത് കാണിച്ചപ്പോൾ രായം കണക്കൻ ചോദിച്ചു ഈ പൂജാമുറി വേണം. അപ്പോൾ ഇളയ മോള് പറഞ്ഞു വേണം. അവൾ MA കാരിയാണ്, വേണം. അത് ഈ സിറ്റൗട്ടിൽ കൂടി പിന്നെ നമ്മൾ കയറി പോകുമ്പോൾ ഇവിടെ വിളക്ക് എത്തിച്ച് വെച്ചാൽ പലരും ആ വിളക്കിനെ സ്പർശിക്കുകയല്ലേ. മറ്റുള്ള തുടക്കം പിടക്കം ഉള്ളവർ പലരും വരുന്നവരെ നമ്മൾക്ക് വെളിയിൽ കൂടി മാർവിസത്തോട്ട് പറയാൻ പറ്റില്ലല്ലോ. ഇത് മുറിക്കകത്ത് അങ്ങ് ഇരുന്ന് കത്തിക്കോളും. അപ്പം ഞാൻ ആദ്യം വായിച്ച പേപ്പറിലെ ഒരു ഫോട്ടോ ഭഗവാന്റെ അത് ഞാൻ ചൂരലിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് വിളക്കിക്കുന്നു ആദ്യത്തെ വീട്ടിൽ. അങ്ങനെ അത് ചെയ്തപ്പോൾ ഇത് അവിടെ വെച്ച് ഇപ്പോൾ ഭഗവാൻ ആ മുറിക്കകത്ത് മൊത്തം ഭഗവാന്റെ ഫോട്ടോയുണ്ട്. ഇതേപോലത്തെ ഫോട്ടോയൊക്കെ ഉണ്ട്. ഇത് അസുഖം ഉണ്ടായത് കാലത്തും വൈകിട്ടും വിളക്ക് വയ്ക്കും. എനിക്ക് എവിടെ നിന്നൊക്കെ പൂ പറിച്ചാലും മതിയാവില്ല, മനസ്സിന് തൃപ്തി വരത്തില്ല. ഞാൻ ജോലി തീർന്നിട്ട് വേറെ ഒരു സഞ്ചി ഞാൻ വെച്ചിട്ടുണ്ട്. ആ സഞ്ചി ഉച്ചയ്ക്ക് ചോറിനാൻ വരുമ്പോൾ കൊണ്ടുപോകും. പൂവുകളൊക്കെ പറിച്ചുകൊണ്ട് വന്ന് കഴുകി വൃത്തൊക്കെ വെച്ച് രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കും. നല്ലത് തന്നെ. അപ്പോൾ ഭഗവാന്റെ മുമ്പ് എനിക്ക് എത്ര പൂ പറിച്ച് വെച്ചാലും മതിയാവില്ല. എന്നിട്ട് എന്ത് വിശേഷം വന്നാലും ഭഗവാന്റെ ഫോട്ടോയുടെ ഫ്രെയിമിൽ ഞാൻ നേരിയതൊക്കെ വാങ്ങിച്ചിടും.
ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ വായിച്ചുകൊണ്ട് വരും. വായിച്ചിട്ടുണ്ട്. അവൾക്ക് അത്ര തൃപ്തിയാണ്. അപ്പോൾ എൻ്റെ ഭാര്യയും കൊണ്ട് ഞാൻ കള്ളിക്കാട്ട് പോയപ്പോൾ ഭാര്യ ആദ്യമാണ് പോണത് ഒരു വാർഷികത്തിന്. ഞാൻ അവിടെ കള്ളിക്കാട്ട് ഇറങ്ങി എണ്ണ നെയ്യ് അത് ഇത് എല്ലാം വാങ്ങിച്ച്. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞ് അവിടെ നിൽക്കാൻ പറഞ്ഞു കൊച്ചുങ്ങളെ കൊണ്ട്. ഞാൻ സാധനം വാങ്ങിച്ചോട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓ നമ്മൾ വാങ്ങിച്ചതല്ല, അവളുടെ ഇഷ്ടത്തിന് വാങ്ങുകയാണ്. വാങ്ങിച്ച് ഇതെല്ലാം കൂടി കെട്ടിപ്പിടിച്ച് അവിടെ ചെന്ന് ക്യൂവിൽ നിന്നു. വരിയായിട്ട് നിന്നപ്പോൾ പാവം ഇങ്ങനെ നടക്കുന്നു. ആളുകൾ കാപ്പ് കുടിക്കാനും അല്ലാതെയൊക്കെ ക്യൂവിൽ നിൽക്കണം. പാവം നമ്മളടുത്ത് വന്നിട്ട് എൻ്റെ ഭാര്യയിലിരുന്ന പൊതിയൊക്കെ അങ്ങ് വാങ്ങിച്ചു. ഇത് നീ എനിക്ക് വാങ്ങിച്ചതല്ലേ വെച്ചേ? ഓ. അപ്പോൾ പവൻ ആദ്യം കാണുകയാണ്. പവൻ വാങ്ങിച്ച് അവിടെ കൊടുത്തു. ഹോമം നടത്താനടുത്ത് കൊടുത്ത് അകത്ത് കൊടുത്തിട്ട് പറഞ്ഞ് ഇതൊക്കെ എന്നാണൊക്കെ നടത്തിക്കൊള്ളാം, അവരെ പേരൊക്കെ എഴുതിയെടുത്ത് പൂജ നടത്തിക്കൊള്ളാൻ പറഞ്ഞു അർച്ചനയൊക്കെ. അങ്ങനെ നമ്മളെ കൊണ്ട് കാപ്പി കുടിക്കാൻ ഇരുത്തി പോവാൻ. അപ്പോൾ ഈ ദോശയൊക്കെ തീർന്നു പോയി, പൊടി ദോശയുള്ളു. പോവാൻ നമുക്ക് 5 ഇല എടുത്ത് ചെറിയ ഇല എടുത്തിട്ട് എന്നിട്ട് ഇരിക്കാൻ പറഞ്ഞ് ഇരുന്ന് കഴിച്ചപ്പോൾ പോവാൻ വിളമ്പി. ഇത് ഞാൻ വിളമ്പി കൊടുക്കാം എന്ന് പറഞ്ഞു. പോവാൻ വിളമ്പാന്ന് പറഞ്ഞ് വിളമ്പി ഞാൻ തന്ന്. ഇത്ര പറ അരി, ഇത്ര പറ ഉഴുന്നിലാണ്, പെണ്ണുങ്ങളല്ലേ, വീട്ടമ്മ ആയില്ലേ, 3 മക്കളില്ലേ, അറിയില്ലേ കണക്ക് എന്ന് പറഞ്ഞ് വിളമ്പി തന്നിട്ട് പറഞ്ഞ് അതൊക്കെ തീർന്നു പോയി, ഇനി ഇത് കഴിക്കുകയെന്ന് പറഞ്ഞ്, ഇനി ഊണൊക്കെ കഴിച്ചിട്ടേ പോവാം കേട്ടോ എന്ന് പറഞ്ഞ്. അപ്പോൾ അത് പറയണമെങ്കിൽ എന്തോ മുൻകാല ജന്മം അല്ല, അവിടെ വരണവർക്കെല്ലാം ഭഗവാനുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളിന് വരാൻ പറ്റില്ല. മുൻകാല ജന്മമുണ്ട്, തീർച്ചയായിട്ടും മുൻകാല ജന്മമുണ്ട്. അതങ്ങനെ വന്ന് അങ്ങനെ കഴിച്ചു. അപ്പോൾ ഈ ഇളയ മോളെത്തി ചുണ്ടിയൊക്കെ കാണിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ആശ്രമത്തിൽ ചെല്ലുമ്പോഴേ ഭഗവാൻ നീ ചുണ്ടി കാണിച്ചെന്നൊക്കെ പറയാം, അതുകൊണ്ട് ഇതൊക്കെ മതിയാക്കണം കേട്ടാ എന്ന് പറഞ്ഞാണ് പേടിയാക്കിയൊക്കെ മതിയാക്കുന്നത്. അപ്പം ഇപ്പോഴും അവർക്ക് അതുണ്ട്. അതെ. ഇന്ന് കാലത്ത് തന്നെ ഞാൻ വരാനായിട്ട് ഒരുങ്ങിയപ്പോൾ അവർ ഭയങ്കരമായിട്ട് നിൽക്കണം. ആ മാമ ഇപ്പോൾ വരും പോകാൻ പറഞ്ഞു. അപ്പോഴേ പ്രസന്നതൻ്റെ സഹോദരി ഫോൺ വിളിച്ച് പറയണ അവർ അവിടെ കാറിൽ ചെന്നു എന്നെ റോട്ടി ഇറങ്ങിച്ചില്ല. അങ്ങനെ ഞാൻ വന്നു. അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഭഗവാനുമായിട്ട് നമുക്കുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ ഇത്രയും സമയം ഭഗവാന്റെ കാര്യങ്ങൾ, ഭഗവാന്റെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാവും ഭഗവാന്റെ വളരെ ഭക്തനാണ്, നിഷ്കളങ്കമായിട്ട് ഭഗവാനെക്കുറിച്ച് പറയുകയാണ്. കാരണം ഓരോ ആൾക്കാരും ഭഗവാൻ ഓരോ ആത്മാവിലൂടെ അല്ലെങ്കിൽ അവരുടെ കർമ്മഫലം കുറയ്ക്കാൻ വേണ്ടി ഭഗവാൻ എന്തുമാത്രം ത്യാഗം ഓരോ വ്യക്തിക്ക് വേണ്ടി അനുഭവിച്ചു എന്ന് ഓരോരുത്തർ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണേ. അപ്പോൾ ഇത്രയും സമയം ഭഗവാന്റെ ചാനലിൽ വന്ന് ഭക്തർക്ക് വേണ്ടി ചെലവഴിച്ചതിന് നിങ്ങൾക്ക് സ്വാമിയുടെ പേരിലും ഈ ചാനലിൻ്റെ പേരിലും നന്ദി. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് ഭക്തർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എല്ലാ ഭഗവാന്റെ ഭക്തർക്കും ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.